ശ്രീകൃഷ്ണന്റെ പ്രവൃത്തികളെല്ലാം എപ്പോഴും ഒരു സത്യമാണ് വെളിവാക്കിക്കൊണ്ടിരിക്കുന്നത്. സേവകർക്ക് അനുകൂലിയായി നിന്നുകൊണ്ട് അവരുടെ അഭീഷ്ടങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന ഭക്തപ്രിയനാണ് ഞാൻ എന്ന സത്യം. സ്നേഹം, കാരുണ്യം മുതലായ വിശിഷ്ടഭാവങ്ങളാൽ ഭഗവാൻ എപ്പോഴും പ്രശോഭിതനായിരിക്കുന്നു. അതിനാൽ കൃഷ്ണനാകുന്ന ജഗദ്ഗുരുവിന്റെ പാദപങ്കജങ്ങൾ സർവകാലവും ഭജിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിത ശ്രേയസ് കൈവരിക്കാനുള്ള മാർഗം. ഭക്തിയുള്ളവർക്ക് ഭഗവാൻ സർവകാമങ്ങളും നൽകും. ഗോകുലത്തിൽ കൃഷ്ണന്റെ ദാസിമാരായ ഗോപികമാർ, സൗഭാഗ്യവതികളായ ഗോപികമാർ, ലൗകികമായ സുഖഭോഗങ്ങളൊക്കെയും മിഥ്യയാണെന്നറിഞ്ഞിട്ടാണ് അവ ഉപേക്ഷിച്ചത്. എന്നിട്ട് അവർ സർവേശ്വരനായ കൃഷ്ണനോട് ചേർന്ന് ലീലകളിൽ മുഴുകി യഥാർത്ഥമായ സുഖവും ലാഭവും നേടി. തുടർന്ന് ഗോപികമാരുടെ ലീലകളാണ് ലൗകിക ശൈലിയിൽ കവി വിവരിച്ചിരിക്കുന്നത്. ശരീരം തഴുകുക, കൈകൾ ഓർത്തുപിടിച്ച് ചാഞ്ചാടുക, പാടുക, പുണരുക എന്നിങ്ങനെയുള്ള ചേഷ്ടകൾ ഭക്തിയുടെ വികാരനിർഭരമായ ഐക്യഭാവത്തെ സൂചിപ്പിക്കുന്നു. ലീലാവിനോദങ്ങളുടെ വിവരണമാണ് തുടരുന്നത്. മന്ദസ്മിതം തൂകിക്കൊണ്ട് നൃത്തം ചെയ്യുക എന്നത് അവരുടെ സ്ഥിരമായ ലീലയാണ്. ഉണ്ണികൃഷ്ണനെ വാരിയെടുത്ത് മാറോട് ചേർക്കുന്നതിൽ ഗോപികമാർ ഐക്യഭാവത്തിന്റെ ആത്മീയ രസം നുകർന്നു പോന്നു. ചുംബനം നൽകുമ്പോൾ അവർ പരമാനന്ദത്തിൽ ലയിച്ചവരായി തീരുന്നു. ഉണ്ണിയായ കൃഷ്ണൻ യൗവനം പ്രാപിക്കുന്നതിന് വേണ്ടി അവർ വെമ്പൽ പൂണ്ടു. ശ്രീകൃഷ്ണനാകട്ടെ മോഹനശീലാകൃതി പൂണ്ട് ഗോപാലവംശത്തിന്റെ മണിദീപമായി വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ദിവസം കൃഷ്ണൻ തന്റെ കൂട്ടുകാരോടും ബലരാമനോടും കൂടി പലതരം കളികളിൽ മുഴുകിക്കൊണ്ട് അമ്പാടിയിൽ ചുറ്റി നടന്നു. അതിനിടയിൽ അവർ മനോമോഹനമായ കാളിന്തി നദിയുടെ തിട്ടയിൽ എത്തിച്ചേർന്നു. അപ്പോൾ രോഹിണി അവിടെ ചെന്ന് കൃഷ്ണനെയും ബലരാമനെയും ഭക്ഷണം കഴിക്കുന്നതിനായി വിളിച്ചു. കളിയിൽ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ആ ബാലന്മാരുണ്ടോ രോഹിണിയെ വകവയ്ക്കുന്നു. രോഹിണി വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കൃഷ്ണനും ബലരാമനും അത് കേട്ടതായി ഭാവിച്ചതേയില്ല. രോഹിണി മടങ്ങി യശോദയുടെ അടുത്ത് ചെന്ന് വിവരം പറയുന്നു. ഈ കുട്ടികളെ വിളിച്ചുകൊണ്ട് വരിക എന്നത് തനിക്ക് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ രോഹിണി മടങ്ങി വന്ന് യശോദയോട് പറയുന്നു, ഉണ്ണികളെ വിളിച്ചു വരുത്തുവാൻ എനിക്കാവില്ല. അതിനാൽ നീ തന്നെ നേരിട്ട് ചെല്ലൂ. വല്ല കണക്കിനും അവരെ വിളിച്ചു കൊണ്ടുവരൂ. അത് കേട്ടപ്പോൾ യശോദ വേഗത്തിൽ കാളിന്തി തീരത്തേക്ക് ചെന്നു. മകൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് യശോദ കണ്ടു. യശോദ പറഞ്ഞു, ഉണ്ണി സരോജനേത്ര, നീ ഇങ്ങനെ കൂട്ടുകാരൊത്ത് കളിച്ചിരുന്നാൽ മാത്രം മതിയോ? വിശപ്പായില്ലേ? ഇതാ എന്റെ മുല ഒഴുകുന്നത് കണ്ടില്ലേ? മുലപ്പാലിന്റെ വാത്സല്യത്തോടു കൂടെയാണ് ഞാൻ പറയുന്നത്. നോക്കൂ, നേരം ഉച്ചയായി. ഇതുവരെ നിങ്ങൾ ഇങ്ങനെ വിശന്നിരുന്നിട്ടില്ല. ബലഭദ്ര സോദരനുമൊത്ത് നീ വീട്ടിലേക്ക് വന്നാലും. കുഞ്ഞുങ്ങളുമായി ചേർന്ന് ഭക്ഷണം കഴിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നന്ദഗോപൻ അവിടെ കാത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭീഷ്ടം ഓർമ്മിച്ചുകൊണ്ട് നീ വീട്ടിലേക്ക് വരൂ. ഞങ്ങൾക്ക് അത് അത്യാനന്ദമാകും. യശോദയുടെ വാക്കുകൾ തുടരുന്നു. ബാലകന്മാരെ, നിങ്ങൾ കൂട്ടുകാരും ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം കളിച്ചാൽ മതി. ശരീരത്തിലുള്ള പൊടിയും ചെളിയും തുടച്ചു കളഞ്ഞിട്ട് കുളിക്കൂ. കുളിച്ചു കഴിഞ്ഞിട്ട് കുറികളിട്ട് കറുക ധരിച്ച് തെളിഞ്ഞതിന് ശേഷം ഇന്ന് ഗോദാനം കൂടി നടത്തിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ഇന്ന് നിന്റെ പിറന്നാളാണ്. വേഗം വരൂ. ചോറും കറികളും ആറിയിരിക്കുന്നു. യശോദ തന്റെ മധുരമായ സ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടും ഉണ്ണികൾ രണ്ടുപേരും അത് കേട്ടതായി ഭാവിക്കാതെ ഇരുന്നതേയുള്ളൂ. ഉടനെ യശോദ അവർക്കടുത്ത് ചെന്ന് രണ്ടുപേരുടെയും കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. യശോദ അവരെ കുളിപ്പിച്ച് അലങ്കരിച്ചു. അവരെ കറുക ധരിപ്പിച്ചു. അവർക്ക് ശ്രേയസ് ഉണ്ടാകുന്നതിന് വേണ്ടി, അവരെ എപ്പോഴും പരിപാലിക്കുന്നതിന് വേണ്ടിയും ദേവതകളെ പ്രസാദിപ്പിക്കുന്ന ആരാധനകൾ നിർവഹിച്ചു. ഗോക്കളും ധനവും ദാനം ചെയ്ത് ബ്രാഹ്മണരെ പ്രസാദിപ്പിച്ചു. അതിനുശേഷം അവരെ നന്ദഗോപനോടൊപ്പം ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചു. രോഹിണി വിളിച്ചപ്പോൾ കുട്ടികൾ അതനുസരിച്ചില്ല. യശോദ വിളിച്ചപ്പോൾ അതനുസരിച്ചു. യശോദയ്ക്കും കുട്ടികൾക്ക് യശോദയിലും മറ്റാരെക്കാളിലും സ്നേഹമുണ്ടെന്നാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. സ്നേഹത്തിന്റെ അധികാരവും സാമർഥ്യവും ഇവിടെ വെളിവാകുന്നു. ഭക്ഷണം കഴിക്കാതെ നന്ദഗോപൻ കുട്ടികൾ വരാൻ കാത്തിരിക്കുന്ന ചിത്രവും ഇവിടെ ഹൃദ്യമാണ്. സർവചരാചരങ്ങൾക്കും പ്രാപ്തിസ്ഥാനമായിരിക്കുന്ന സർവേശ്വരനെയാണ് യശോദ ഇവിടെ പുത്രനെന്ന് വിചാരിക്കുന്നത്. യശോദ തന്റെ മാതാവാണെന്ന് ഭഗവാനും വിചാരിക്കുന്നു. ആര് എന്നെ ഏത് വിധം ഭജിക്കുന്നുവോ ആ വിധത്തിൽ ഞാൻ അവരെയും ഭജിക്കുന്നു എന്ന് ഭഗവാൻ അരുളി ചെയ്തിട്ടുള്ളതായിട്ടാണ് ഇവിടെ ഓർക്കേണ്ടതാണ്. അനന്തരം അമ്പാടിയിലുള്ള മിത്രങ്ങളെല്ലാവരും അവിടെ ഒന്നിച്ചു ചേർന്നു. കൃഷ്ണനെ സംബന്ധിക്കുന്ന പലതും അവർ കണ്ടു കഴിഞ്ഞു. പൂതനാഗമനം, അവളുടെ മരണം, ശകടാസുര വരവും നാശവും,
വൃക്ഷപതനം തുടങ്ങിയ അശുഭ ലക്ഷണങ്ങൾ കണ്ടതുകൊണ്ട് അതേക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ അവർക്ക് സാധ്യമല്ല. അവർ ഓരോ അഭിപ്രായം പറയുന്നു. നമ്മുടെ ഈ ബാലകന്മാർ വളരെ ഭാഗ്യവാന്മാരാണ്, സംശയമില്ല. ഓർത്തു നോക്കൂ, ശത്രുക്കൾ പല ഉപദ്രവങ്ങൾ ചെയ്തെങ്കിലും അതൊക്കെ ഇവരെ ബാധിച്ചില്ല. ദൈവാനുഗ്രഹം മൂലമാണ് അതൊന്നും ബാധിക്കാത്തത്. എന്നാൽ ഇനിയും അവർക്ക് വൈരികളിൽ നിന്ന് ആപത്തുണ്ടാവുന്നതാണ്. അതുകൊണ്ട് മറ്റൊരിടത്തേക്ക് ഒരു പുണ്യസ്ഥലം അന്വേഷിച്ച് കണ്ടെത്തണം. എന്നിട്ട് അവിടേക്ക് നാം എല്ലാവരും കൂടി പോവുകയാണ് നല്ലത്. മുമ്പേ വന്നതുപോലെയുള്ള ആപത്തുകൾ ഉണ്ടായാൽ ഈശ്വരന് മാത്രമേ അവരെ രക്ഷിക്കാനാവുകയുള്ളൂ. അതിനാൽ ഒരു പുണ്യസ്ഥലത്തേക്ക് തന്നെ